എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ പ്രിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. പ്രിസം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പ്രിസത്തിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ക്യൂബോയിഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു 6ാം ക്ലാസ്സിലൊക്കെ ക്യൂബോയിഡിൻ്റെയും ക്യൂബിൻ്റെയും ഒക്കെ വോളിയം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതുമൊക്കെ ഒരു പ്രിസമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇതുപോലെയുള്ള ഒരു പെട്ടി അല്ലേ? ഇതിനെ നമുക്ക് ഇതൊരു മൊബൈലിൻ്റെ ബോക്സിൻ്റെ ഒരു ബോക്സാണ്. ഇതൊരു പെട്ടി അല്ലേ? നമുക്ക് ഇതിന് എത്ര സർഫസ് ഉണ്ട്, ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതിൻ്റെ നീളവും വീതിയും പൊക്കവും ഒക്കെ ഗുണിച്ച് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇതൊന്നൊക്കെ നോക്കിയാട്ടോ. ഈ ഒരു ബോക്സിൻ്റെ ഇതിനെ നമ്മൾ സർഫസ് എന്നാണ് പറഞ്ഞത്. ദ പാർട്ട് ഓഫ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് വി ക്യാൻ ടച്ച് ഓർ സീ, തൊടാനോ കാണാനോ കഴിയുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ സർഫസ് അല്ലെങ്കിൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇതിൻ്റെ ഇവിടെ ഒരു ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഇതുപോലൊരു ഫേസ് ഉണ്ട്. ഇവിടെ ഒരു ഫേസ് ഉണ്ട്, അതുപോലെ അതിനെ ഒന്ന് തിരിച്ചു നോക്കിയാൽ ഇവിടെ ഒരു ഫേസ് ഉണ്ട്. ബേസ് കണ്ടോ, ഇവിടെ ഒരു ഫേസ് ഉണ്ട്, അതുപോലെ മേളിലും ഒരു ഫേസ് ഉണ്ട്. അതായത് ഇതിന് 6 ഫേസുകളുണ്ട്. 1 2 3 4 5 6 ഫേസുകളാണ് ഇതിനുള്ളത്. ഇതും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് എന്താണെന്ന് നോക്കിയേ. ബേസ് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ് അല്ലേ? ഇതേ ഷേപ്പിലുള്ള ഒരു സാധനം തന്നെയാണ് മേളിലുള്ളത്. അതുപോലെ തന്നെ സൈഡുകളൊക്കെ നോക്കിക്കേ. ഈ സൈഡുകളെ നമ്മൾ ലാറ്ററൽ ഫേസസ് എന്നാണ് പറഞ്ഞത്. പാർശ്വമുഖങ്ങളെന്ന് മലയാളത്തിൽ പറയും ലാറ്ററൽ ഫേസസ്. എത്ര ലാറ്ററൽ ഫേസ്, സൈഡിൽ എത്ര ഫേസ് ഉണ്ടെന്ന് നോക്കിയേ. 1, അതുപോലെ തന്നെ 2 3 4 ലാറ്ററൽ ഫേസ്. അതുപോലെ തന്നെ താഴെ മേളിലും ഒരേപോലുള്ള ഇത് ബേസ് എന്നാണ് പറയുന്നത് അല്ലേ? ബേസ് പാദമാണ് പറയുന്നത്. ഇതും ഒരു ബേസാണ്. അതുപോലെ ടോപ്പിൽ നമുക്ക് ആ ബേസിൻ്റെ തന്നെ ഷേപ്പിലുള്ള ഒരു പടം കിട്ടും. ഇത് ഇങ്ങനെ ഇരുന്നാൽ ഇതിനെ നമ്മൾ പ്രിസം എന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ കാര്യം. പ്രിസത്തിന് പേര് കൊടുക്കുന്നത് അതിൻ്റെ ബേസ് അനുസരിച്ചാണ്. ബേസ് റെക്റ്റാങ്കുലർ ആണെങ്കിൽ നമ്മൾ അതിനെ ഒരു റെക്റ്റാങ്കുലർ പ്രിസം എന്ന് വിളിക്കും. ബേസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിനെ നമ്മളൊരു ട്രയാങ്കുലർ പ്രിസം എന്ന് വിളിക്കും. ഞാനൊരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു പ്രിസം പോലെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതെന്തോ ഒരു ഗ്രീൻ ടീയുടെ കവറാണ്. നോക്കിക്കേ, ഇതിൻ്റെ ബേസ് നോക്കിക്കേ. ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ? അതേപോലെ തന്നെ അതിനൊന്ന് തിരിച്ചു നോക്കിയാൽ ഇവിടെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ബേസ് ട്രയാങ്കുലർ ആയതുകൊണ്ട് നമ്മളിതിനെ ട്രയാങ്കുലർ പ്രിസം എന്ന് വിളിക്കും. പക്ഷേ അതിൻ്റെ സൈഡുകൾ നോക്കിക്കേ. ഇത് റെക്റ്റാങ്കിൾ ആണ്. ഈ സൈഡ് നോക്കിയാൽ അവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ്. ഇവിടെ നോക്കിയാൽ അതും ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ തന്നെ ഇതിന് 1 2 3 വശങ്ങളുണ്ട്. 3 വശങ്ങളുള്ളതുകൊണ്ട് അതിന് എത്ര ഫേസുകൾ നോക്കിക്കേ. ഇവിടെ ഒരു ഫേസ്, ഇവിടെ 1 2 3 4 5 ഫേസുകളാണുള്ളത് അല്ലേ? അപ്പോൾ എത്ര ബേസ് ഉണ്ടോ അതിനനുസരിച്ച് അത്രയും റെക്റ്റാങ്കിളുകളും. ഒരു റെക്റ്റാങ്കിള്, ഇവിടെ 2 റെക്റ്റാങ്കിൾ, ഇവിടെ 3 റെക്റ്റാങ്കിൾ. ഇതിനെ നമ്മളൊരു ട്രയാങ്കുലർ പ്രിസം എന്ന് വിളിക്കും. ഇനി നമുക്ക് ഒരു സ്ക്വയർ ആണെങ്കിലോ, ബേസ് ഇത് ഫ്ലവർ വേസ് ആണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസ് ഏതാണ്ട് ഒരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഇതൊരു സ്ക്വയർ ആണ് ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്ക്വയർ പ്രിസം. ഇത് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കാണാനും പറ്റും. നോക്കിക്കേ, ഇവിടെ നോക്ക്, ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പാണ് അല്ലേ? ഇതുപോലെ തന്നെ എൻ്റെ മറ്റേ കൈ കാണുന്ന ഇവിടെയുമുണ്ട് ഒരു ഫേസ്, അതായത് ഇപ്പുറത്തെ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതിൻ്റെ ഇവിടെയും ഒരു ഫേസ് ഉണ്ട്. ഇനി ബേസ് ഒന്ന് നോക്കിക്കേ. ബേസ് സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ ആണെന്നേ ഉള്ളൂ, ക്ലോസ് ആണെന്ന് വിചാരിച്ചിരിക്കുക. ഇതും ഒരു ബേസാണ് അല്ലേ? ഇത് ബേസ്, ഇവിടെ ഒരു സ്ക്വയർ ആണ്. അപ്പം നമ്മൾ ഇത് ഈ പേരനുസരിച്ചാണ് നമ്മളിതിനെ ഇതിൻ്റെ ബേസ് അനുസരിച്ചാണ് നമ്മളിതിന് പേര് കൊടുക്കുന്നത്. ബേസ് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ പ്രിസം, റെക്റ്റാങ്കുലർ ആണ് റെക്റ്റാങ്കുലർ പ്രിസം. ഇനിയും ഒരു ഹെക്സഗൺ, മീൻസ് 6 ഫേസുള്ള പോളിഗൺ ആണെങ്കിൽ അതിനെ നമ്മൾ ഹെക്സഗണൽ പ്രിസം എന്ന് പറയും. ഇനി 5 ആണെങ്കിലോ പെൻഡഗണൽ പ്രിസം. അപ്പോൾ ബേസ് അനുസരിച്ചാണ് പ്രിസത്തിന് നമ്മൾ പേര് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പ്രിസത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ എക്സസൈസ് വോളിയം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിക്കേ. ഏതൊരു ഫിഗറിൻ്റെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചതുരപ്പെട്ടി ഒന്ന് എടുത്ത് നോക്കാം. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. ആ ചതുരപ്പെട്ടി ഇതിനെ ക്യൂബോയിഡ് എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതായത് ദീർഘചതുരമാണെങ്കിൽ അതിനെ നമ്മൾ, റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യൂബോയിഡ്. നമുക്കൊരു ക്യൂബോയിഡ് ഒന്ന് വരച്ച് നോക്കാം. ചുമ്മാ അതൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. എങ്ങനെ വേണേലും വരയ്ക്കാം. ഇതിൻ്റെ താഴെ അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നടുക്കൂന്ന് ഇതേ ഷേപ്പിലുള്ള ഒരു റെക്റ്റാങ്കിൾ മേളിലോട്ട് ഇതുപോലെ ഒന്ന് വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മൂലകളെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു. കണ്ടോ? ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ നമ്മുടെ റെക്റ്റാങ്കുലർ ബോക്സ് റെഡിയായി. കണ്ടോ?
ഈ നീളമുള്ള വശത്തിന് ലെങ്ത് എന്ന് പറയും, ഈ വശത്തിന് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വീതി എന്ന് പറയും, പൊക്കത്തിന് എച്ച് എന്ന് പറയും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഏരിയ വോളിയം കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. വോളിയം എന്ന് പറയുന്നത് L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. വോളിയം ഇസ് ഈക്വൽ ടു L ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. വോളിയം ഓഫ് എ ക്യൂബോയിഡ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ L ഇൻറ്റു ബി എന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയാണ് അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതായത് ബേസ് റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയയെ ആ പൊക്കം കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് വോളിയം കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറലായിട്ട് ഏതൊരു പ്രിസത്തിൻ്റെയും അല്ലെ ഈ ഷേപ്പിലുള്ള ഏതൊരു ഫിഗറിൻ്റെയും വോളിയം കണ്ടുപിടിക്കാൻ വോളിയം ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ. ബേസിൻ്റെ ഏരിയ, ബേസ് ഏരിയയെ എന്തോ ചെയ്താൽ മതി, ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ബേസ് ഏരിയയെ എ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ എ ഇൻറ്റു എച്ച് ആയിരിക്കും നമ്മുടെ ഫിഗറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രിസത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിസത്തിൻ്റെ വോളിയം കാണാൻ ഇത്രയും ചെയ്താൽ മതി. പ്രിസത്തിൻ്റെ വോളിയം ബി ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഹെക്സഗൺ ആണോ, ഹെക്സഗൺ ബേസ് ഹെക്സഗൺ ആണെങ്കിൽ ബേസ് ഏരിയ ഹെക്സഗണിൻ്റെ ഏരിയ ഇൻറ്റു അതിൻ്റെ പൊക്കം. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ എക്സസൈസിലെ കണക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അത് ചെയ്യുന്നതിന് മുമ്പ്, നേരിട്ട് കയറി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബേസ് അനുസരിച്ച് എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഏരിയ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമെങ്കിൽ പിന്നെ ആ ഏരിയയെ ഹൈറ്റ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ കണക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് കുറച്ച് 2 ഡയമെൻഷണൽ ഫിഗേഴ്സ്, അതായത് സാധാരണ നീളവും വീതിയുള്ള റെക്റ്റാങ്കിള്, ട്രയാങ്കിള്, അതുപോലെ തന്നെ ഹെക്സഗൺ, ഇതിൻ്റെയൊക്കെ പെരിമീറ്ററും ഏരിയയും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് 2 ഡയമെൻഷണൽ ഫിഗേഴ്സ്. ബേസിക് പിക്ചർ എന്ന് പറയുന്നത് തന്നെ സർക്കിള്, റെക്റ്റാങ്കിള്, ട്രയാങ്കിള്, സ്ക്വയറൊക്കെയാണ് അല്ലേ. LKG തൊട്ട് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പെരിമീറ്ററും ഏരിയയും എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഏരിയയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ പുസ്തകത്തിനകത്തെ സകല കണക്കും നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓരോന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഫോർമുല എങ്ങനെയാണെന്നും അതിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കാനുള്ള ഓരോരോ എക്സാമ്പിളും ചെയ്യാം. അത് നിങ്ങൾ 2-3 പ്രാവശ്യം ചെയ്ത് പഠിച്ച് നല്ല കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വോളിയം കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് യാതൊരു പ്രയാസമില്ല. അപ്പോൾ നമ്മൾ ആദ്യം അല്പം ജനറൽ ടോപ്പിക് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഓരോരോ കണക്ക്, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെളുപ്പമായി ഈ കണക്ക് ചെയ്യാൻ. സത്യത്തിൽ ഇത് വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം തൊട്ട് ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ റെഡി ആയല്ലോ. റെക്റ്റാങ്കുലർ ബേസ് ആണുള്ളത് ഇതിനല്ലേ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ബേസ് ഏരിയ L ഇൻറ്റു ബി ആണെന്ന് കിട്ടി. ഇനി നമുക്കതിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് L ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലെങ്കിൽ വോളിയം ഇസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. നമുക്കറിയാം വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് യൂണിറ്റിലാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഈ ക്യൂബിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 കാര്യങ്ങളാണ് അവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടോട്ട് നോക്കിക്കുക, യൂണിറ്റ് കൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ലെങ്ത് L സെൻറ്റിമീറ്ററിലാണ്. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, 2 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. കാരണം നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 1 10 അല്ലേ. നമ്പറെല്ലാം കൂടെ നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിനെ 3 പ്രാവശ്യം ഗുണിച്ചാൽ ഉത്തരമൊന്നും നമുക്കറിയത്തില്ല. സെൻറ്റിമീറ്ററിൻ്റെ ടേബിളൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ എന്തോ ചെയ്താൽ മതി, സെൻറ്റിമീറ്ററിനെ നമ്മൾ 3 പ്രാവശ്യം ഗുണിച്ചു എന്ന് കാണിക്കാൻ സെൻറ്റിമീറ്റർ ക്യൂബ്, cm ക്യൂബ് അല്ലേ. ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതും, ക്യൂബിക് cm, ക്യൂബിക് cm എന്ന് എഴുതും. ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ എഴുതാറുണ്ട്. ക്യൂബിക് സെൻറ്റിമീറ്റർ ഓർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമ്മൾ പറയും. മനസ്സിലായോ? അതായത് നമ്മളിതിനെ എഴുതുമ്പോൾ ഞാൻ താപ്പോട്ട് എഴുതാം ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ ലെങ്ത് സെൻറ്റിമീറ്ററിനെ നമ്മൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ ഗുണനപ്പട്ടിയൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ പവർ നൊട്ടേഷൻ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ്പോണൻസ് എന്ന് പറയുന്നത്. ഒരു നമ്പറിനെ എത്ര പ്രാവശ്യം ഗുണിച്ചു എന്നുള്ളത് നിരത്തി എഴുതാതെ അതിൻ്റെ മേളിലൊരു പവറായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ക്യൂബ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്തുവാ, സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതെല്ലാം മീറ്റർ ആയിരുന്നെങ്കിൽ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയേനെ.
ഇത്രയേ ഉള്ളൂ വോളിയം കണ്ടുപിടിക്കാൻ. ഇനി നമുക്ക് ഓരോരോ പടത്തിൻ്റെ ഓരോരോ എക്സാമ്പിൾ ചെയ്തിട്ട് നേരെ പുസ്തകത്തിൽ കയറി വേഗം നമുക്ക് ആ ചാപ്റ്റർ അതിൻ്റെ വോളിയം ഫസ്റ്റ് എക്സസൈസ് തീർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജനറലായിട്ട് പഠിപ്പിക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ കൂട്ടത്തിൽ ഇതെല്ലാം എഴുതിക്കണം. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 വശങ്ങൾ, എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു പടമാണ് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. 2 ഡയമെൻഷൻ, നീളവും വീതിയും ഉണ്ട്. ഇത് എ ആണ്. ഒരു വശം എ ആണെങ്കിൽ എല്ലാ വശവും തുല്യമാണല്ലോ. അപ്പോൾ എല്ലാ വശവും എ ആണ്. എങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ സൈഡ്സ്, എല്ലാ വശങ്ങളുടെയും നീളങ്ങൾ എ പ്ലസ് എ, അതായത് ഇങ്ങനെ 4 പ്രാവശ്യം എ കൂട്ടുന്നതിന് പകരം 4 ഇൻറ്റു എ, അതായത് പെരിമീറ്റർ. സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? പി ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു എ. പെരിമീറ്ററിനെ ഇനി നമ്മൾ പി എന്ന് സങ്കല്പിക്കുകയാണ്. പി എന്ന് എഴുതിയാൽ പി ഇസ് ഈക്വൽ ടു 4a. അപ്പോൾ ഒരു വശം തന്നിട്ടുണ്ട്. ഒരു സ്ക്വയറിൻ്റെ ഒരു വശം 10 സെൻറ്റിമീറ്റർ തന്നാൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറയാം. ഇപ്പോൾ എയുടെ സ്ഥാനത്ത് 10 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പി ഇസ് ഈക്വൽ ടു 4a എന്ന് പറഞ്ഞാൽ ഓർക്കുക 4 ഇൻറ്റു എ ആണ്. നമ്മൾ ഓൾജിബ്രൈക് നൊട്ടേഷൻ എഴുതുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എക്സ് വൈ എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എക്സ് ഇൻറ്റു വൈ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എക്സ് വൈ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ 3a എന്ന് പറഞ്ഞാൽ അത് 3 ഇൻറ്റു എ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻറ്റു എന്ന് പറഞ്ഞ് ഒരു മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഉണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചോളാം. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 4a ആണ്. അതായത് പി ഇസ് ഈക്വൽ ടു 4a ആണ്. അപ്പം എ 10 ആയാൽ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഇതിനകത്തോട്ട് വില 4 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 40 സെൻറ്റിമീറ്ററായി പെരിമീറ്റർ കണ്ടുപിടിക്കാം. കണ്ടോ? ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്തോ ചെയ്താൽ മതി? സൈഡിനെ 4 കൊണ്ട് ഗുണിച്ചാൽ. നമുക്ക് ആവശ്യമുണ്ട് ഇനി ലാറ്ററൽ സർഫസ് ഏരിയ കാണുമ്പോൾ നമുക്ക് ഈ പെരിമീറ്ററും കൂടെ വേണം. അതുകൊണ്ടാണ് ഇവിടെ തന്നെ 2 എക്സസൈസിനുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ബേസ് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. എളുപ്പം കണക്ക് പെറുക്കിയിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. അതായത് സ്ക്വയറാണ് ബേസ് എങ്കിൽ നമ്മുടെ പ്രിസത്തിൻ്റെ ബേസ് സ്ക്വയറാണ്, നമ്മളതിനെ സ്ക്വയർ പ്രിസം എന്നാണ് വിളിക്കുന്നത് അല്ലേ. അതിനനുസരിച്ചാണ് നമ്മൾ പ്രിസത്തിൻ്റെ ബേസ് അനുസരിച്ചാണ് നമ്മളതിന് പേര് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താണ് സ്ക്വയർ എന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് അതിന് പേര് കൊടുക്കുന്നത്. ബേസ് സ്ക്വയർ ആണ് സ്ക്വയർ പ്രിസം, റെക്റ്റാങ്കിൾ ആണ് റെക്റ്റാങ്കുലർ പ്രിസം. അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോന്ന് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്കിതിൻ്റെ എല്ലാം പെരിമീറ്റർ ഏരിയയും കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഇത് നമുക്ക് വേഗം ഉപയോഗിക്കാം. ഇപ്പം മനസ്സിലായല്ലോ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാൻ? 4 ഇൻറ്റു വശം എത്ര ആണോ അതിനെ ജസ്റ്റ് 4 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കണം വേഗം. അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാകും. ഇനി സൈഡ് 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഏരിയ എന്ന് പറഞ്ഞത് വശം ഗുണം വശം, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ പഠിച്ചേക്കുന്ന പോലെ ഇത് ലെങ്തും ബ്രെഡ്ത്തും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എ ഇൻറ്റു എ അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? എ സ്ക്വയർ. ഏരിയയെ എ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ ഏരിയ എ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ഈ ഫോർമുല മറക്കാതെ പഠിച്ചോണം. ഒരു സ്ക്വയറാണ് ബേസ് സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്രിസത്തിൻ്റെ ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തോ ചെയ്താൽ മതി? എത്ര ആണോ വശം അതിനെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. എ സ്ക്വയർ. എ എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിക്കുക. എ 5 ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് നോക്കിയാൽ ഒരു സ്ക്വയറാണ്, അതിൻ്റെ ബേസ് എ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എയെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുക. 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5നെ 5 ഗുണം 2 എന്ന് എഴുതരുത്, 5നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കണം. 5 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 25. മുമ്പേ പറഞ്ഞ പോലെ സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വരുന്നത് അല്ലേ. 5 5s are 25. സെൻറ്റിമീറ്ററിനെ 2 പ്രാവശ്യം ഗുണിക്കുമ്പോൾ നമ്മൾ എന്തെഴുതും? സെൻറ്റിമീറ്റർ സ്ക്വയർ. കണ്ടോ? അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ നമ്മൾ യൂണിറ്റിന് പേര് കൊടുക്കും. അതായത് ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ. മുമ്പേ നമ്മൾ പറഞ്ഞു വോളിയത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്, ക്യൂബിക് മീറ്റർ യൂണിറ്റിലാണ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഒരു സ്ക്വയറാണ് തരുന്നതെങ്കിൽ അതിൻ്റെ പെരിമീറ്ററും കണ്ടുപിടിക്കാനറിയാം, ഏരിയയും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. പകരം റെക്റ്റാങ്കിളിൻ്റെ നേരത്തെ പറഞ്ഞു, എന്നാലും അതൊന്നുകൂടെ പറഞ്ഞേക്കാം. ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിക്കുക. റെക്റ്റാങ്കിളിൻ്റെ നീളം കൂടിയ വശത്തിന് ലെങ്ത് എന്ന് വരെ, കുറഞ്ഞ വശത്തിന് ബ്രെഡ്ത്ത് എന്ന് വരെ. അപ്പം ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതും ലെങ്ത് ആണ്, ഇതും ബ്രെഡ്ത്ത് ആണ്.
അപ്പോൾ നമ്മൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ L പ്ലസ് ബി പ്ലസ് L പ്ലസ് ബി, അതായത് എല്ലും ബിയും 2 പ്രാവശ്യം കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് ബി. എല്ലും ബിയും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താ? റെക്റ്റാങ്കിളിൻ്റെ 2 ഇൻറ്റു L പ്ലസ് ബി. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് ബി. ഇനി ഏരിയ കാണാനോ? അപ്പോൾ നമുക്കൊരു പെരിമീറ്റർ ഒന്ന് കണ്ടു നോക്കാം. ലെങ്ത് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്ക് അതിൻ്റെ പെരിമീറ്റർ കാണാം. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ അതോട്ട് വിലയിട് 2 ഇൻറ്റു L പ്ലസ് ബി, ദാറ്റ് ഈസ് 2 ഇൻറ്റു എല്ലിന് വില കൊടുത്തു 10 പ്ലസ് ഇട്ടു ബിക്ക് വില കൊടുത്തു 5. ആദ്യം ബ്രാക്കറ്റിനകത്തുള്ളത് നമ്മൾ കൂട്ടിയെടുക്കണം. 10ഉം 5ഉം കൂടെ 15. 2 ഈ ബ്രാക്കറ്റിനെ സിമ്പിൾ ബ്രാക്കറ്റ് എന്നാണ് പറയുന്നത്. ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. അപ്പോൾ 2 ഇൻറ്റു 15 ഇസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. കണ്ടോ, ഇവിടെ സെൻറ്റിമീറ്റർ കൂട്ടുകയാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ സെൻറ്റിമീറ്റർ കിട്ടും. ഇനി ഇതേ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിലോ? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഇസ് ഈക്വൽ ടു L ഇൻറ്റു ബി ആണ്. L 10 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞ്, ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ രണ്ടും കൂടെ ഗുണിച്ച് 10 ഇൻറ്റു 5 50. സെൻറ്റിമീറ്ററിനെ സെൻറ്റിമീറ്റർ കൊണ്ട് ഗുണിക്കുമ്പം സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും നമ്മൾ കണ്ടുപിടിച്ചു. എല്ലാത്തിൻ്റെ ഓരോരോ കണക്ക് വ്യക്തമായിട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ ഇനി കണക്ക് ചെയ്യാൻ നേരത്ത് നമ്മളിങ്ങനെ ഇക്വേഷൻ തപ്പി നടക്കണ്ട. അതുകൊണ്ട് ഇക്വേഷൻ എല്ലാം വ്യക്തമായിട്ട് പഠിച്ചിട്ട് പുസ്തകത്തിലെ പ്രിസത്തിൻ്റെ വോളിയവും ലാറ്ററൽ സർഫസ് ഏരിയയോ ടോട്ടൽ സർഫസ് ഏരിയയൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത്, നമ്മളിതിൻ്റെ രണ്ടിൻ്റെയും കാര്യം പറഞ്ഞു അല്ലേ? ഇനി ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് വിചാരിച്ചു. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാ വശങ്ങളും തുല്യമായ അല്ലേ? 3 വശങ്ങളാണ് ട്രയാങ്കിളിനുള്ളത്. 3 വശം A 3 വശങ്ങളും തുല്യമാണ്. അതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. പെരിമീറ്റർ കണ്ടേ, പെരിമീറ്റർ P ഇസ് ഈക്വൽ ടു A പ്ലസ് A 3 പ്രാവശ്യം A കൂട്ടി. അപ്പോൾ എന്തോ ഇക്വേഷൻ 3A. 3 ഇൻറ്റു A ആണ്. മറന്നുപോകല്ലേ? പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 3A. ഇനി നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷനോ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഏരിയ ഇസ് ഈക്വൽ ടു √3A² ഡിവൈഡഡ് ബൈ 4. മറന്നുപോകല്ലേ? പെരിമീറ്റർ അങ്ങ് തുടയ്ക്കാം. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു വശം A ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏരിയ ഇസ് ഈക്വൽ ടു √3A² ഡിവൈഡഡ് ബൈ 4. √3A², 5 പ്രാവശ്യം പറഞ്ഞു പഠിക്കണം. √3A² ബൈ 4. ഈ √3യുടെ വില നമുക്കറിയാം. √3യുടെ വില നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1.732. 1.73 വരെ സാധാരണ നമ്മൾ കാൽക്കുലേഷൻ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ √3 ഇസ് ഈക്വൽ ടു 1.73 എന്ന് പഠിച്ചാൽ മതി. പറഞ്ഞാൽ മാത്രം ഈ √3യുടെ വില തന്നിരുന്നാൽ മാത്രം നമ്മൾ ക്വസ്റ്റ്യനകത്ത് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ √3 എന്ന് തന്നെ ഇട്ടാലും നമുക്ക് യാതൊരു തെറ്റും വരത്തില്ല. ഇപ്പം ഞാൻ കണക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിൻ്റെ വശം അല്ലെങ്കിൽ സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. എങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഏരിയ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് തന്നിട്ടുണ്ടല്ലോ. സൈഡിനെ നമ്മൾ A എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചു. A ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ കാണാൻ ഇക്വേഷൻ എഴുതി. 3A മീൻസ് 3 ഇൻറ്റു A. 3 ഇൻറ്റു 5. 3 5s are 15 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3A ആണ്. അപ്പോൾ 3 ഇൻറ്റു 5 എന്ന് പറയുമ്പം 15 സെൻറ്റിമീറ്റർ നമുക്കതിൻ്റെ പെരിമീറ്റർ കിട്ടി. ഇനി ഇതിൻ്റെ തന്നെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് സൈഡ് A എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണെന്ന് എഴുതി, അത് എഴുതി വെച്ചു. ഇനി നമ്മൾ ഏരിയയുടെ ഫോർമുല എഴുതി. ഏരിയ ഇസ് ഈക്വൽ ടു √3A² ഡിവൈഡഡ് ബൈ 4. √3A² ഡിവൈഡഡ് ബൈ 4. √3 ഇൻറ്റു എയുടെ സ്ക്വയർ. എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മറന്നു പോവല്ലേ, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ, അതായത് എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം A ഇൻറ്റു A ആണ്. A³ എന്ന് പറഞ്ഞാൽ A ഇൻറ്റു A ഇൻറ്റു A ആണ്. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ സൈഡിൽ ഒരു ബോക്സിൽ എഴുതി അങ്ങ് വെച്ചേക്കണം. അപ്പോൾ A², Aക്ക് പകരം നമ്മൾ നേരത്തെ 5 എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ? 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A 2 പ്രാവശ്യം ഗുണിക്ക് 5 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്.
അപ്പോൾ ദാ 5 കൂടെ ഗുണിച്ചു, 5 25. 25 √3യുടെ വില നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പം നമ്മൾ എഴുതി 25√3 ഡിവൈഡഡ് ബൈ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. √3യുടെ വില പറഞ്ഞാൽ ഇതിനെ 1.73 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെ ഇതുപോലെ അങ്ങിട്ടാൽ മതി. പുസ്തകത്തിൽ ഇതുപോലെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ ഒരു ട്രയാങ്കുലർ ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആണ് പ്രിസത്തിൻ്റെ ബേസ് എങ്കിൽ വോളിയം കണ്ടുപിടിക്കുക. വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ടാണ് ഗുണിക്കണ്ടേ. ബേസ് ഏരിയ അതാ ഇങ്ങനെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പോൾ എന്താണ് സൈഡ് തന്നിരിക്കുന്നത്? ഏരിയ കാണാനുള്ള ഇക്വേഷൻ √3. ഇക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ ഒത്തിരി കണക്ക് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു √3a² ഡിവൈഡഡ് ബൈ 4 ആണ്. a² എന്ന് പറഞ്ഞാൽ എ കൊണ്ട് തന്നെ ഗുണിക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് പടം ഹെക്സഗൺ ആണോ നോക്കാം. നമുക്ക് ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ തന്നെ 6 വശങ്ങളുണ്ട് അല്ലേ. ഹെക്സഗൺ ആണെങ്കിൽ ഇതാണ് ഒരു റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ നീളങ്ങളും അതുപോലെ തന്നെ ആംഗിളുകളും തുല്യമായിട്ടുള്ള പോളിഗണിനെയാണ് നമ്മൾ റെഗുലർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം 2 സെൻറ്റിമീറ്റർ എല്ലാം 2 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു. 1 2 3 4 5 6. അതായത് ഇതെല്ലാം എ ആണെങ്കിലോ ഇത് എ എന്നിട്ടു ഇത് എ ആണ് എ. അതായത് പെരിമീറ്റർ എല്ലാം കൂടെ കൂട്ടുക. A+, 6 പ്രാവശ്യം എ കൂട്ടുന്നതുകൊണ്ട് 6a. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 6a ആണ്. പെരിമീറ്റർ ഓഫ് എ ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ 6a. അപ്പം ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളുക. 6a എന്ന് പറഞ്ഞാൽ 6 × a ആണ്. അതിപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. A2 ആണെന്ന് പറഞ്ഞു. അപ്പോൾ പെരിമീറ്റർ എന്തോ ചെയ്താൽ മതി? 6 × 2. 6 2s are 12 സെൻറ്റിമീറ്റർ. കണ്ടോ? ഇതിൻ്റെ പെരിമീറ്റർ നമുക്ക് സൈഡിനെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് പെരിമീറ്റർ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ വോളിയമല്ല ഏരിയ എന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ എങ്ങനെയാണ് കാണുന്നത് നോക്കിക്കേ. ഏരിയ കാണാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഹെക്സഗണിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏരിയ ഓഫ് എ ഹെക്സഗൺ. ഒരു ഹെക്സഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഏരിയ A ഈസ് ഈക്വൽ ടു നോക്കിയേ 6√3a² ബൈ 4. ഒരു പ്രയാസവും ഇല്ല. √3a² ബൈ 4 ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആയിരുന്നു. അതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ഇങ്ങനെ ആയിരിക്കുന്നത്. ഇതാ നോക്കിക്കേ, നമ്മുടെ പടം ഇതായിരുന്നു നമ്മുടെ ഒരു റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ. ഇതിനെ നമ്മൾ ഈ മൂലകളെല്ലാം കൂടെ അങ്ങോട്ടൊന്ന് യോജിപ്പിച്ച് നോക്കിക്കേ. ഇത് ഒരുപോലെയുള്ള 1 2 3 4 5 6 ഒരുപോലെയുള്ള. കാരണം ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഈ 2 വശങ്ങൾ, അതായത് ഇതിൽ എത്ര സെൻറ്റിമീറ്റർ ആണോ അത് തന്നെ വരും ഇവിടെ. കാരണം എന്തുകൊണ്ടാണ്? മൊത്തം 360 ആണ്. 360 ആകുമ്പോൾ ഓരോ ആംഗിൾ എത്ര വരും? 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 വരും. അതിപ്പം ഇത് നമ്മളൊരു സർക്കിൾ പോലെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് എത്ര വരും? 60 ഡിഗ്രി. കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്നും പോകുന്നില്ല. അത് വേറെ ചാപ്റ്ററായിട്ടാണ് വരുന്നത്. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം ഇക്വിലേറ്റർ ട്രയാങ്കിളുകളാണ്. അങ്ങനെ 1 2 3 4 5 6 ട്രയാങ്കിൾ ഉണ്ട്. അതുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഒരു ഇക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയയെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏരിയ ഈസ് ഈക്വൽ ടു 6 × √3a² ബൈ 4. അപ്പം നമുക്ക് എ എന്ന് പറയുന്നത് 2 എന്നിട്ട് കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ A ഈസ് ഈക്വൽ ടു 6 × √3 × a². 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കണം. ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 6√3 × നമുക്കറിയാം 2 2s are 4 ആണ്. ഡിവൈഡഡ് ബൈ 4. 4ഉം 4ഉം കൂടെ അങ്ങ് വെട്ടിക്കളയാമല്ലോ. 4ഉം 4ഉം വെട്ടുക എന്ന് പറഞ്ഞാൽ 4നെ 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടുന്നത്? 6√3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ. എന്നിട്ട് ശ്രദ്ധിക്കുക, ഏരിയ ഓഫ് എ ഹെക്സഗൺ എന്ന് പറയുന്നത് 6 × √3a² ബൈ 4 ആണ്. എയുടെ വില എന്താണോ അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനെ 2 പ്രാവശ്യം എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 6 × √3 × 2 × 2 ബൈ 4. 2 2s are 4 ആണ്. അപ്പോൾ 6 × ഈ 4 2 × 2 4ഉം ഈ 4ഉം കൂടെ ക്യാൻസലായി. അതായത് 4 ഡിവൈഡഡ് ബൈ 4. ഏത് നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ താഴെ വരുന്നത് നമ്മൾ ഡിവിഷനല്ലേ ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്താൽ ആൻസർ 1 ആയിരിക്കും. അപ്പോൾ 6√3 × 1 നമുക്ക് എത്ര കിട്ടി? 6√3 സെൻറ്റിമീറ്റർ സ്ക്വയർ.
ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നമ്മൾ പഠിച്ചിട്ട് ഇനിയും വേണം ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു സ്കെലീൻ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. അതുകൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിനകത്തെ ബേസ് റെഡിയായി. ഇനി നേരെ നമുക്ക് ഓരോന്നും കണക്ക് കയറി ചെയ്യാം. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരു ഫിഗർ ഉള്ളതിൻ്റെയും കൂടെ ഏരിയ കണ്ടുപിടിക്കാം. നമ്മൾ ട്രയാങ്കിൾ പലതരമുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ഇക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇനി നമുക്ക് സ്കെലീൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ. സ്കെലീൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും ഡിഫറൻ്റ് ആണ്. വശങ്ങളുടെയൊക്കെ നീളം വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു ട്രയാങ്കിൾ. ഇതാ ഈ ഇങ്ങനെ വരുന്നത്, ഇത് എ എന്ന് വിചാരിക്കുക, ഇത് ബി എന്ന് വിചാരിക്കുക, ഇത് സി. മൂന്ന് അളവാണ്. ഇങ്ങനെയുള്ള ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഏരിയയും നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. പെരിമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വശങ്ങളുടെ എല്ലാം കൂടെ നീളം കൂട്ടിയാൽ മതിയല്ലോ. എ പ്ലസ് ബി പ്ലസ് സി പെരിമീറ്റർ ഇസ് ഈക്വൽ ടു സം ഓഫ് ഓൾ സൈഡ്സ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പെരിമീറ്റർ എങ്ങനെയാണ് കാണുന്നത്? എ പ്ലസ് ബി പ്ലസ് സി. ഇനി നമ്മൾ എന്തോ ചെയ്യും? ഈ പെരിമീറ്ററിൻ്റെ പകുതി അങ്ങ് കണ്ടുപിടിക്കും. അതിനെ നമ്മൾ പറയുന്നത് സെമി പെരിമീറ്റർ. സെമിയാണ്. സെമി പെരിമീറ്റർ എന്ന് പറയാം. അതായത് പെരിമീറ്ററിൻ്റെ പകുതി, അതായത് എയും ബിയും സിയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ നേരെ പകുതി അങ്ങ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടുന്നത്? സെമി പെരിമീറ്റർ. എസ് എന്ന് പറയുന്ന സിമ്പൽ കൊണ്ടാണ് സെമി പെരിമീറ്റർ. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. സെമി പെരിമീറ്ററിനെ എസ് എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് നമ്മൾ ഹെറോൺസ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുലയാണ്. പക്ഷേ അത്ര പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ 10 ചെല്ലുമ്പോഴേ അതിൻ്റെ ഫോർമുലയുടെ പേരൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മളിതിനെ സെമി പെരിമീറ്റർ എന്നാണ് പഠിക്കുന്നത്. അതായത് പെരിമീറ്റർ എല്ലാം കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുന്നതിന് പറയുന്ന പേരാണ് സെമി പെരിമീറ്റർ. അപ്പോൾ എസ് കിട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്റർ കണ്ടെന്ന് മനസ്സിലായല്ലോ. 3 വശങ്ങളും കൂടെ കൂട്ടുക. എന്നിട്ട് നമ്മൾ എസ് കണ്ടുപിടിക്കുക. എസ് എങ്ങനെ കാണുന്നത്? പെരിമീറ്ററിൻ്റെ നേരെ പകുതി കാണുക അല്ലേ. ഇപ്പോൾ അതാ ഇത് നോക്കിക്കേ, ഇത് 5, ഇത് 7, ഇത് 8 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വശങ്ങളെല്ലാം കൂടെ കൂട്ടിയാൽ മതിയല്ലോ. 5 പ്ലസ് 7 പ്ലസ് 8 അല്ലേ. 8ഉം 7ഉം 15ഉം 5ഉം 20 നമ്മുടെ പെരിമീറ്റർ. ഇനി എസ് എന്ന് കണ്ടുപിടിക്കാം. എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ നേരെ പകുതി, അതായത് 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 10 എന്ന് കിട്ടും. കണ്ടോ? 20 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 10 കിട്ടും. അങ്ങനെ എസ് കണ്ടുപിടിച്ചു. ഈ എസ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് സ്കെലീൻ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. അതിനെ ഹെറോൺസ് ഫോർമുല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോന്നിനും ഓരോ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചേക്കണം. സ്കെലീൻ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. മറന്നുപോലെ ഇതൊരു കാണുമ്പോൾ വലിയ പേരൊക്കെ ആണെങ്കിലും സംഭവം വളരെ ചെറുതാണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ് ഏരിയ. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇത് വെച്ചിട്ട് നമുക്കൊരു കണക്കൂടെ ചെയ്താൽ ബേസ് എല്ലാം ക്ലിയറായി വേഗം കയറി പിന്നെ നമുക്ക് കണക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ് തന്നിരിക്കുകയാണ്. ഒരു സ്കെലീൻ ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ് തന്നിരിക്കുകയാണ്. ഒരു വശം 13 സെൻറ്റിമീറ്റർ, അടുത്തത് 14, ഇത് 15 എന്ന് വിചാരിക്കുക. ഈ കണക്ക് തന്നെ നമുക്ക് ചെയ്യാനുണ്ട്. അതാ ഞാൻ അതേ നമ്പർ ഇട്ടേ. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് എയും മറ്റേതിന് ബിയും അടുത്തതിന് സി എന്നിടുക. അപ്പോൾ ഞാൻ എടുത്തു എ ഇസ് ഈക്വൽ ടു 13 സെൻറ്റിമീറ്റർ, ബി ഇസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ, സി എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ. എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണേലും എടുക്കാം. എയും ബിയും സിയും നമ്മൾ ഓരോ പേരിട്ട് അങ്ങ് എടുത്തു. ഇനി നമ്മളിതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? എ പ്ലസ് ബി പ്ലസ് സി. അതായത് ഇത് 3ഉം കൂടെ കൂട്ടി 13 പ്ലസ് 14 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 2. എയും ബിയും സിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുകയാണ്. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 കിട്ടി. 15 4 19 10 29 3 32 10 42. അതായത് 42 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടുന്നു. 42 എന്ന് കിട്ടുന്നു പെരിമീറ്റർ.
അപ്പോൾ നമുക്ക് പെരിമീറ്റർ എത്ര കിട്ടിയേ 42. എയും ബിയും സോറി ഇവിടെ ഞാനൊരു 2 എഴുതി പാടില്ല, എസ് ആയിരുന്നത്. പെരിമീറ്റർ കാണാൻ എന്തായിരുന്നു എ പ്ലസ് ബി പ്ലസ് സി ആണ്. അപ്പോൾ 13 + 14 + 15 അത് നമുക്ക് 42 കിട്ടി. ഇനി നമ്മൾ എന്തോ ചെയ്യണം, എസ് കണ്ടുപിടിക്കണം. എസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ പകുതിയാണ്. എസ് കണ്ടുപിടിച്ചു, പിന്നെ എസ് മൈനസ് എ കണ്ടുപിടിച്ചു, എസ് മൈനസ് ബി കണ്ടുപിടിച്ചു, എസ് മൈനസ് സി കണ്ടുപിടിച്ചു. എന്നിട്ട് ആ ഫോർമുലയ്ക്കകത്തോട്ടിട്ടു √(s((a)(s)(b)(s)(c) അതിനകത്ത് ഇട്ട് കൊടുത്താൽ നിസ്സാരമായിട്ട് നമുക്ക് ഈ കണക്ക് ചെയ്യാം. അതപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കിക്കേ. അത് നമ്മൾ അന്നേരം ഓരോ എയും ബിയും സിയും ഓർമ്മയുണ്ടല്ലോ. എ 13, ബി 14, സി 15, പെരിമീറ്റർ 42 എന്നറിയുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ എഴുതുകയാണ്. എ എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ, എ = 13 സെൻറ്റിമീറ്റർ, ബി എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആൻഡ് സി = 15 സെൻറ്റിമീറ്റർ. ഇത് തന്നിട്ടുണ്ട്. പെരിമീറ്റർ കണ്ടു 42 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ പെരിമീറ്ററിൻ്റെ പകുതി, അതിനെയാണ് സെമി പെരിമീറ്റർ. S = P/2 = 42/2. നമുക്ക് എത്ര കിട്ടി? 21 കിട്ടി. കണ്ടോ, 42ൻ്റെ പകുതി 21. ഇനി നമ്മളെല്ലാം കണ്ടുപിടിക്കണം. എസ്സിന്ന് എ കുറയ്ക്കണം, എസ്സിന്ന് ബി കുറയ്ക്കണം, എസ്സിന്ന് സി കുറയ്ക്കണം. അപ്പം ഞാൻ എഴുതാൻ പോകുന്നു S മൈനസ് എ = 21 - 13, 13 8 21. S മൈനസ് ബി = 21 - 14, 14 7 21 അല്ലേ. എസ് മൈനസ് സി കാണുമ്പോൾ ഒന്നുമില്ല, വെറും നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം. 21ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ നമുക്ക് 16, 15 6 21 കിട്ടിയല്ലോ. എസ് കിട്ടി, എസ് മൈനസ് എ കിട്ടി, എസ് മൈനസ് ബി കിട്ടി, എസ് മൈനസ് സി കിട്ടി. എസ് എന്ന് പറയുന്നത് സൈഡുകളെല്ലാം കൂടെ പെരിമീറ്റർ കൂട്ടുമ്പോൾ എല്ലാം കൂടെ നേരിട്ട് വേണേലും നമുക്ക് എസ് എഴുതാം. പെരിമീറ്റർ ആദ്യം കണ്ടുപിടിച്ചിട്ട് പകുതി എടുക്കണമെന്നൊന്നുമില്ല, നേരിട്ട് കയറി നമുക്ക് എഴുതാം. S = A + B + C/2 എന്നൊരു ഇക്വേഷൻ നേരിട്ട് വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് നമ്മൾ എസ് കണ്ടുപിടിച്ചു, എന്നിട്ട് എസ് മൈനസ് എ കണ്ടുപിടിച്ചു, എസ് മൈനസ് ബി കണ്ടുപിടിച്ചു, എസ് മൈനസ് സി കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇതിനെല്ലാം പെറുക്കി ആ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഏരിയ = √(S × S മൈനസ് എ × S മൈനസ് ബി × S മൈനസ് സി. അപ്പോൾ നമ്മൾ വില കൊടുക്കാൻ പോകുന്നു. ഏരിയ ഇതെല്ലാം ഓർമ്മയിലിരിക്കണം. ഏരിയ = S × √(S × S മൈനസ് എ × S മൈനസ് ബി × S മൈനസ് സി. ഇതാണ് നമ്മുടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ അതോട്ടൊന്ന് വില ഇട്ട് കൊടുത്തേ. √(S) എന്ന് പറയുന്നത് നമുക്ക് 21 കിട്ടി, എസ് മൈനസ് എ എന്ന് പറയുമ്പം 8 കിട്ടി, എസ് മൈനസ് ബി 7 കിട്ടി, എസ് മൈനസ് സി 6 കിട്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. കണ്ടപ്പോൾ വലിയ ഇക്വേഷനാണെന്നൊക്കെ തോന്നി. കിട്ടിയപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടി. 21 × 8 × 7 × 6 ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുത്തിട്ട് റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പിന്നെ നമുക്കൊരു പണിയാണ്. അതിനുവേണ്ടി നമ്മൾ സൂത്രത്തിൽ ഇതിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്യുന്നു. അതായത് ചെറിയ ചെറിയ നമ്പറുകളായിട്ട് അതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കഴിവതും 2ൻ്റെയും 3ൻ്റെയും 5ൻ്റെയും 7ൻ്റെ അതായത് പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റായിട്ട്, പ്രൈം നമ്പർ അല്ലെങ്കിലും കിട്ടും കേട്ടോ, കോമ്പോസിറ്റ് നമ്പർ ആയാലും നമുക്ക് കിട്ടും. പ്രൈം ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. അങ്ങനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തങ്ങ് എഴുതണം. ഇതാ നോക്കിക്ക് എളുപ്പം എങ്ങനെ എഴുതുന്നതെന്ന്. ഞാൻ ഈ 21നെ 3 × 7 എന്ന് എഴുതാമല്ലോ, തെറ്റൊന്നുമില്ല. 3 7s are 21 ആണ്. 8നെ ഞാൻ 2 × 2 × 2 എന്ന് എഴുതി, തെറ്റില്ല. 2 2s are 4, 4 2s are 8. എന്നിട്ട് ഈ 7നെ അതുപോലെ എഴുതി. 6നെ ഞാൻ 2 × 3 എന്ന് എഴുതാമല്ലോ, 2 3s are 6 ആണ്. 6 = 2 × 3 ആണ്. ആണല്ലോ. ഇനി നമുക്കിതെല്ലാം റൂട്ടിനകത്ത് കിടക്കുകയാണ്. ഇതിപ്പോൾ 3യുടെ സ്ക്വയർ. അതാ ഞാനൊന്ന് എഴുതി കാണിക്കുക. ഈ സ്റ്റെപ്പൊന്നും നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ചെയ്യേണ്ട, എളുപ്പം അങ്ങ് എഴുതിയാൽ മതി. എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എഴുതുകയാണ്. 2 3 ഉണ്ട്, അപ്പോൾ 3യുടെ സ്ക്വയർ. 2 7 ഉണ്ട്, 7ൻ്റെ സ്ക്വയർ. 2 2 എടുത്താൽ 2ൻ്റെ സ്ക്വയർ ഉണ്ട്. പിന്നെ ഒരു 2 2 ഉണ്ട്, അവിടെ ഒരു 2ൻ്റെ സ്ക്വയർ ഉണ്ട്. കണ്ടോ, 3² × 7² × 2² × 2². നമുക്കറിയാവുന്ന ഒരു മറന്നു പോകാത്തൊരു ഇക്വേഷൻ അറിയാം. ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ടെല്ലാം മാറി അത് വെറും എ ആകും. ഇത് ബോക്സ് സൈഡിലോട്ട് എഴുതിയിട്ടേക്കാം. √(a² എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആയിട്ട് അത് മാറും. ഒരു നമ്പറിൻ്റെ അതായത് √3² എന്ന് പറഞ്ഞാൽ അത് വെറും 3 ആണ്. എക്സാമ്പിൾ നോക്കാം. √3² ഇതൊന്ന് എഴുതിയിട്ടിട്ട് വേണം.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് 3 സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഒരു 3 ഇങ്ങ് വരും റൂട്ടിന് വെളിയിൽ. 7 സ്ക്വയർ എടുക്കുമ്പം റൂട്ട് എടുത്തപ്പോൾ അതിൻ്റെ 7 ആയി, ഈ 2 സ്ക്വയറിൻ്റെ 2 ആയി, ഈ 2 സ്ക്വയറിൻ്റെ നമുക്ക് 2 ആയിട്ട് കിട്ടും. റൂട്ട് കണ്ടുപിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ജസ്റ്റ് നമ്മളങ്ങോട്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് എഴുതിയിട്ട് നേരെ ഓരോരോ നമ്പറിനെ ഇങ്ങനെ വെളിയിലെടുത്താൽ നമുക്ക് ആൻസറായി. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയേ. 3 × 7 × 2 × 2. ഇനി എല്ലാം കൂടെ മൾട്ടിപ്ലൈ. 3 7s are 21. 21 × 2 42. 42 × 2 84 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി. കണ്ടോ, നമുക്ക് വേഗം തന്നെ ഏരിയ കിട്ടി. അപ്പം നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഏരിയ കിട്ടിയത്. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി നേരിട്ട് ഗുണിച്ചാലും റൂട്ട് കണ്ടുപിടിക്കാം. സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എളുപ്പ വഴിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ ഉപയോഗിച്ച എന്തുവാ, റൂട്ട് ഓഫ് ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ നമ്പറേ ഉള്ളൂ. റൂട്ട് ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ആയിരിക്കും. അതിനകത്ത് ഇന്ന് 3 സ്ക്വയറിൻ്റെ 3 എടുത്തു, 7 സ്ക്വയറിൻ്റെ 7 എടുത്തു, ഈ 2 സ്ക്വയറിൻ്റെ 2 എടുത്തു, 2 സ്ക്വയറിൻ്റെ 2 എടുത്തു, എല്ലാം കൂടെ ഗുണിച്ചു. 2 2s are 4, 4 3s are 12, 12 7s are 84. എങ്ങനെ വേണേലും നമുക്ക് ഗുണിക്കാം. ഏത് നമ്പറിനെ മൾട്ടിപ്ലിക്കേഷൻ ക്യാൻ ബി 3 or 4 അല്ലെ 2 or 3 നമ്പേഴ്സ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഇൻ എനി ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 2 3s are 6 ആണ്, 3 2s are 6 ആണ്. അപ്പോൾ ഏത് രീതി മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ അതിനെ ഗുണിച്ചങ്ങെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 84 സെൻറ്റിമീറ്റർ. ഇതേ ചോദ്യം തന്നെ നമുക്ക് പുസ്തകത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതേ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ടങ്ങ് ചെയ്ത് പഠിച്ചോളുക. ഇത്രയും കാര്യങ്ങൾ മിക്കവാറും കവർ ചെയ്തെന്ന് തോന്നുന്നു. അത്രയും ബേസ് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഇനി നേരെ കയറി നമുക്ക് ക്വസ്റ്റ്യനകത്തോട്ട് അങ്ങ് ചെയ്യാം. എളുപ്പം നമുക്ക് പുസ്തകത്തിലെ കണക്കുകൾ ചെയ്യാം. ഇതപ്പം നന്നായിട്ടൊന്ന് പഠിച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പുസ്തകത്തിനകത്തെ കണക്ക് എങ്ങനെയാണ് വേഗം ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഫോർമുല ഓരോ പ്രാവശ്യവും പോസ്റ്റ് ചെയ്തിട്ടിട്ട് ഓരോന്നും നിർത്തി എഴുതി വയ്ക്കുക. ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതുക. ഫോർമുലയും അതിൻ്റെ എക്സാമ്പിൾ ഉൾപ്പെടെ എഴുതി മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും അത് ചെയ്ത് പഠിച്ചിട്ട് കണക്കൊന്ന് ഉറപ്പിക്കുക. നമുക്കറിയാം മാത്സ് ഈസ് ദ ഗേറ്റ് ആൻഡ് കീ ഓഫ് ഓൾ നോളജ് എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാ വിവരങ്ങളുടെയും ഗേറ്റും കീയും എല്ലാം കണക്കാണ്. അതുകൊണ്ട് തന്നെ കണക്കിന് മിടുക്കരാകുന്ന പിള്ളേർ ബാക്കി എല്ലാ വിഷയങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് മിടുക്കരാകും. നമ്മൾ ഹിന്ദി സോഷ്യലൊക്കെ പഠിക്കുമ്പോൾ അതെല്ലാം നമ്മൾ ശരിക്കും കാണാതെ പഠിക്കുകയാണ്, അല്ലെ കാണാതെ പഠിച്ച് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുകയാണ്. പക്ഷേ നമ്മുടെ ബ്രെയിനിന് പണി കൊടുക്കുന്നത് മാത്സ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. മാത്സ് ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ഗുണിക്കുകയും ഹരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത്. ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് മാത്സിനെ വിളിക്കാം. അതുകൊണ്ട് തന്നെ മാത്സിന് മിടുക്കരാണോ ഇനി PSC പരീക്ഷകളും ഒക്കെ എഴുതുമ്പോഴെല്ലാം ഇതുപോലുള്ള കണക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻ കാണും. ഇത് നന്നായിട്ട് പഠിക്കുന്നവർക്ക് ബാക്കിയെല്ലാം ഈസി. 10 പുസ്തകം മാറുവാണ്. അപ്പോൾ 9 നല്ലതായിട്ട് പഠിച്ചാൽ 10 ചെല്ലുമ്പോൾ ഭയങ്കര ഈസി ആയിക്കോളും. അതുകൊണ്ട് വെറുതെ പറയുകയല്ല, നന്നായിട്ട് സിൻസിയറായിട്ട് പറയുന്നു. നന്നായിട്ട് ഈ കണക്കുകൾ നിർത്തിയിട്ട് എഴുതി പഠിക്കുക. എന്നിട്ട് നോക്കിക്കോ, അടുത്ത വോളിയം ചെയ്യാൻ നേരത്ത് നമ്മളായിരിക്കും വേഗം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ ലെസണും ഇതുപോലെ സിമ്പിളാക്കി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.